ഇപ്പോൾ ക്രോപ്പ് ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്യുക 7 ഇഞ്ച്, ആം ഹോള് 7 ഇഞ്ച് തന്നെ എടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടി ജോയിൻ ചെയ്യാം. ചെസ്റ്റ് അളവ് ഞാൻ എടുക്കുന്നത് 8.5 ഇഞ്ചാണ്. ഇനി ക്രോപ്പ് ടോപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. താഴത്തെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 7.5 ഇഞ്ചാണ്. ഇനി 7.5 ഇഞ്ചും 8.5 ഇഞ്ചും കൂടി ജോയിൻ ചെയ്യുക. ആം ഹോൾ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക, അതായത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. ഇനി നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. ലെങ്ത്ത് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. നമ്മളിവിടെ വി നെക്കാണ് വരയ്ക്കുന്നത്. ബാക്കിലെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. ആദ്യം ഫ്രണ്ട് മാർക്ക് ചെയ്യുക. ഫ്രണ്ടിൽ വി ഷേപ്പിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിലെ നെക്ക് എന്ന് പറയുന്നത് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിനി ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് താഴെ ഫ്രില്ല് വെക്കാനുള്ള പീസാണ് ഞാനിപ്പോൾ മുറിച്ച് മാറ്റി വെച്ചത്. ഇനി നമുക്ക് താഴെ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ തറ്റം തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ 2 പീസായിട്ടാണ് എടുക്കുന്നത്. ഒന്ന് ഫ്രണ്ട് പോർഷനിൽ വെക്കാനും ഒന്ന് ബാക്ക് പോർഷൻ വെക്കാനും. അപ്പോൾ ഫ്രണ്ട് പോർഷനുള്ളതിൽ 4 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ അധികം ഇടുന്നുണ്ട്. അത് നമ്മൾ സ്ലോപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കൈക്ക് വേണ്ടിയുള്ള പീസാണ് കട്ട് ചെയ്യുന്നത്. കൈയുടെ ലെങ്ത്ത് ഞാൻ എടുത്തത് 5 ഇഞ്ചാണ്. താഴത്തെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ് എടുത്തത്. ഇനി നമ്മൾ ഫ്രില്ല് വെക്കാനുള്ള പീസാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്.
അപ്പം നമ്മൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് കിടക്കാം. അത് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക. ഇനി താഴെ നമുക്ക് ഫ്രണ്ടിൽ വെക്കാനുള്ള ഫ്രില്ലാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. ഫ്രില്ല് നമ്മൾ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് പതിച്ചടിക്കുന്നുണ്ട്. ഇനി കഴുത്തൊന്ന് വീനക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കഴുത്ത് നമ്മൾ ഇതുപോലെ പതിച്ചടിക്കുന്നുണ്ട് ഫ്രണ്ട് പോർഷനും. അപ്പോൾ ഫ്രില്ല് വെച്ച് കൊടുത്ത് ഫ്രണ്ടിൽ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ട് കൈ നമുക്ക് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ലൈനിങ് വെച്ചാണ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കൈ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈയുടെ പോർഷനിൽ വെക്കാനുള്ള ഫ്രില്ലാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അതൊന്ന് തറ്റൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയത് ഫ്രില്ലിട്ട് കൊടുക്കാം. ഫ്രില്ല് നമ്മൾ ഷോൾഡറിൻ്റെ മുകളിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് പതിച്ചടിക്കുന്നുണ്ട്. ക്രോപ്പ് ടോപ്പ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ക്രോപ്പ് ടോപ്പിൻ്റെ തറ്റൊന്നും മടക്കി അടിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.